ഹലോ കൂർഗ്. അയ്യോ, ഈ സ്ഥലത്തിന്റെ പേരാണ് ഡാം. പക്ഷെ അതൊരു മതിലാണ്. പക്ഷെ ആ മതിലിന്റെ പേരാണ് ഡാം. ഞാൻ നിങ്ങൾക്കൊരു കാണിച്ചു തന്നില്ലേ ഫോർട്ട്. ഇത് ഇത്രേ ഉള്ളൂ ഫോർട്ട്. ചേട്ടാ വ്ളോഗറാ. ഞങ്ങൾക്കിപ്പോ ഒരു സ്ഥലം ഇല്ലാണ്ടായി. ഞങ്ങൾ എവിടെ പോയാലും ഇതാണ് അവസ്ഥ. ഗോൾഡൻ ടെമ്പിൾ. അലീന പറയൂ. ഗോൾഡൻ ടെമ്പിൾ. ഇതിനെന്താ പറയാ? എന്തായാലും ഹലോ കൂർഗ്. അയ്യോ, നിങ്ങൾ കൂർഗ്. ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയുള്ളൂ. ഞങ്ങള് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. ഞങ്ങൾ ഇന്ന് ബഡ്ജറ്റൊക്കെ കാണിക്കും. ഞങ്ങൾ ട്രെയിനിൽ മൈസൂർ വരെ പോയി. മൈസൂരിൽ നിന്ന് ബസ്സിൽ വന്നത്. പിന്നെ ഞങ്ങളിവിടെ റൂം എടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളൊരു അമ്പലത്തിലേക്കാണ് പോണത്. ഇവിടെ ഞങ്ങൾ കുറച്ച് ഒരുങ്ങി കെട്ടിയത് കൊണ്ട് ഇവിടെ എല്ലാവരും ഞങ്ങളെ മറ്റേ ജാദു വന്ന പോലെയൊക്കെയാണ് ഞങ്ങൾ നോക്കണത്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ്. അപ്പോൾ അങ്ങനെയാണ്. അല്ല, നമ്മൾ ഏത് അമ്പലത്തിലേക്ക് പോണേന്ന് പറഞ്ഞേ? സർപ്രൈസ് ആണ്. അപ്പോൾ അവിടെ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നൈസായിട്ട് ഞങ്ങളുടെ പ്ലാൻ മുഞ്ചി. ഇതാണ് ഞങ്ങൾ തപ്പിതിരിഞ്ഞ് വന്ന അമ്പലം. അപ്പോൾ ദിയാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ ഭയങ്കര സൂപ്പർ അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. സൂപ്പർ ഒരു അമ്പലത്തിലെത്തി. അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്, ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ശരി, ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകതകളായിട്ടുള്ളതുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഞങ്ങളിപ്പോൾ അടുത്ത യാത്രയ്ക്ക് പോവാണ്. ഒന്നും അറിയില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങൾ പറ്റിക്കാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ വേറെ ഏത് സ്ഥലത്തേക്ക് പോവാണ്. മടിക്കേരി ഫോർട്ട്. ഇനി അതെന്താവും അവിടെ എത്തിയിട്ട് കാണാം. ഒന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആയാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മടിക്കേരി ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് മടിക്കേരി ഫോർട്ട്. അതാണോ മടിക്കേരി ഫോർട്ട്? ഇതിലേതാടി ഫോർട്ട്? രണ്ടാനൊക്കെ ഉണ്ടല്ലോ. ആ, ഇത് മൊത്തത്തിലൊരു ഫോർട്ടാണെന്നാണ് പറയുന്നത്. ഓ, ഇവിടെ ഒരു പള്ളി. അത് എന്നിട്ടാണ് ഗൈസ്. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കൊരു കാണിച്ചു തന്നില്ലേ ഫോർട്ട്. ഇത് ഇത്രേ ഉള്ളൂ ഫോർട്ട്. അപ്പൊ ഇതും പൊളിഞ്ഞു. ഫോർട്ടിന്റെ കഥയും തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒന്ന് മാറിക്കോ. നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾക്ക് വല്ല സ്ഥലമുണ്ട്? കമന്റ് ചെയ്യൂ. ഞങ്ങൾക്കിപ്പോ ഒരു സ്ഥലം ഇല്ലാണ്ടായി. ഞങ്ങൾ എവിടെ പോയാലും ഇതാണ് അവസ്ഥ. എവിടെ പോയാലും ഈ ഗതികേട് നിങ്ങൾക്ക് ഗൈസ്. ഇവിടെ മടിക്കേരി ഫോർട്ടിൽ നല്ല രസമുണ്ടല്ലേ. ഇവിടെ മടിക്കേരി ഫോർട്ടിലൊന്നും വരുമൊന്നും വേണ്ട. കൂർഗില് മടിക്കേരി ഫോർട്ട് വരണ്ട, ഒന്നുമില്ല. പിന്നെ ഒരു സ്ഥലം കൂടെ ഞങ്ങൾ കണ്ടുല്ലോ, ഒരു അമ്പലം. അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ പൊക്കും. അതും പറ്റില്ല. അക്കട് വന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിലും കയറാൻ പാടില്ല. നല്ല പരിപാടിയാണ്. എൻ്റെ ചേട്ടാ ഇവിടെ ഒന്നുമില്ല. ആ ചേട്ടനെ കൂടെ കാണിക്കും. പക്ഷെ കാണാൻ നല്ല രസമുണ്ടല്ലേ. മഴക്കാരൊക്കെ ആയിട്ട്. വാ, ഒരു ഫോട്ടോ എടുക്കണ്ടത്. മഴ പെയ്യാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സഹി കെട്ട് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ദാഹിച്ചിട്ട് പോയി. ഫുഡ് എന്തായാലും കഴിക്കണം. ഹലുവ, കോഫി. ഞങ്ങളങ്ങനെ ഫൈനലി ഒരു ഫുഡിന്റെ
റൈസ് നെയ് ഓ ഞങ്ങളങ്ങനെ ഫൈനലി ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ലഞ്ച് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിക്കാൻ കയറി. അങ്ങനെയാണ് ഞങ്ങളുടെ ഇതെന്തിട്ടത് ഭാഗ്യം തന്നെ. എന്താ ദിയ ഇഷ്ടായോ? തുടക്കണം അലീന ഡിജിറ്റൽ ലൈഫ് മാറ്റി വയ്ക്കൂ. സാധാരണ പോലത്തെ ഫുഡിങ്ങല്ലല്ലോ, പായസം കട്ടിയായ പോലെ. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞു. നല്ല മോശമായിരുന്നു, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ഫുഡ്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടോ? അതെ, ഞങ്ങൾ ക്യൂ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ ഒരു 5 out of 10 അത്രേ കൊടുക്കുള്ളൂ, അത്രയ്ക്കൊന്നും പോരാ. പക്ഷെ സീൻ നല്ല രസമാണ്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വ്യൂ ആട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടും. അപ്പം ഇനി എങ്ങടേലും പോകണോ, അതിനി റൂമിൽ കിടന്ന് ഉറങ്ങണോ, അതോ എങ്ങടേലും പോകണോ എന്നൊക്കെയുള്ള ആലോചനയിലാണ്. പക്ഷെ മൊത്തത്തിലൊരു മടുപ്പായി. ഇല്ല കുഴപ്പമില്ല. ഇപ്പം അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഇവിടെ എത്താൻ ഒരു 150 രൂപയായി. അത് കഴിഞ്ഞ് റൂം ഒരാൾക്ക് 500 രൂപയായി. അപ്പം എത്രയായി? 500 130 എത്ര? 630. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് ഫോർട്ട് കാണാൻ പോയി. ഫോർട്ട് ഭയങ്കര മോശമായിരുന്നു. അപ്പം അതിന് ഇതായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ മഴയിൽ പെട്ടപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവിടെ ഒരു 200 രൂപ പൊട്ടി. അപ്പം എത്ര രൂപയായി? 800 രൂപയായി. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കുശാൽ നഗറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആൾക്കാരൊക്കെ നോക്കണം. അപ്പം ഇനി കുശാൽ നഗറിൽ ഞങ്ങൾ പോയിട്ട് അവിടെ എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ടെന്നാണ്. ചേട്ടാ വ്ളോഗറാ, ഡിസ്കൗണ്ട് വരും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഡാം. പക്ഷെ അതൊരു മതിലാണ്. പക്ഷെ ആ മതിലിൻ്റെ പേരാണ് ഡാം. അവരൊക്കെ പോകും. ഇതാണ് കൂർഗിലത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ, ബസ് സ്റ്റാൻഡ്. ബസ്സൊന്നും കാണാല്ലേ, ബസ്സൊക്കെ ഉണ്ട്. യെസ്, ഞങ്ങൾക്ക് ബസ് കിട്ടി. ഹായ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിൾ. അലീന പറയൂ. ഗോൾഡൻ ടെമ്പിൾ. എന്തുട്ടാണ് തല്ലൂടല്ലേ? അപ്പൊ ഞങ്ങളിപ്പോ ഗോൾഡൻ ടെമ്പിളിലാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു മൊണാസ്ട്രി ആണ്. ടിബറ്റൻ എന്താ പറയുക ഇതിന്? ടിബറ്റിയൻ മൊണാസ്ട്രി ആണ്. ബുദ്ധന്മാരുടെ എന്താ പറയുക, അമ്പലം, മൊണസ്ട്രി, ബുദ്ധന്മാരുടെ സംഭവമാണിത്. അവർ താമസിക്കുന്ന സ്ഥലം കണ്ടോ? അവിടെയാണ് അവരൊക്കെ താമസിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. നല്ല രസമുള്ള സ്ഥലമാണിത്. ഓക്കെ, ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച എൻട്രി ഫീ ഒക്കെ ഉണ്ടാവുന്നു, പക്ഷെ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കയറണമെങ്കിൽ ഈ ഷൂസ് വെക്കണം. ഷൂസ് എവിടെ വെക്കണം? ഇതിനെന്താ പറയാ? ഷൂസ് കൊട്ടേന് വെക്കണം. 3 രൂപയാണ് ഒരു ഷൂവിന്. അപ്പൊ നിങ്ങൾ 3 രൂപ കയ്യിൽ വെച്ചോണ്ട് വരണം. ഇതൊരു ഇൻഫർമേഷൻ ആണ്.
ടിബറ്റൻ ഗോൾഡൻ ടെമ്പിളിന്റെ പരിപാടികളും കഴിഞ്ഞു. നല്ലൊരു തള്ള വൈബായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ടൂറ്. ഇനി ഞങ്ങൾ ഫ്രഷായിട്ട് ഗാർഡനിലിരുന്ന് കാറ്റ് കൊള്ളാൻ പോവുകയാണ്. തന്തവൈ തന്തവൈ തന്തവൈ. ഞങ്ങളങ്ങനെ അടുത്ത ഫുഡിങ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിലത്തെ ടിബറ്റൻ ഫുഡ്. ടിബറ്റൻകാരുടെ കൂടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ചില്ലറക്കാരല്ല ഞങ്ങൾ, ചില്ലറക്കാർ. ഇപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു ടിബറ്റൻ ഷോപ്പിംഗ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ കയറിയ കടയിൽ കുറച്ചധികം ചിലവായി. അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ അപ്പുറം ചിലവുകൾ വന്നു. പിന്നെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുത്തെ ഫുഡ്. അപ്പോൾ പിന്നെ ചിലവുമായി. അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കാനുള്ള പരിപാടികളിലാണ്. ഇവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളമ്മേ.